ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന കേക്ക് പാഷൻ ഫ്രൂട്ട് കേർഡ് വിത്ത് മിക്സഡ് ഫ്രൂട്ട് കസ്റ്റേർഡ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ഇടാം. ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു ഗീയുടെ ഫ്ലേവറിലാണ് സ്പഞ്ച് ചെയ്യുന്നത്. വനില സ്പഞ്ചാണ് കൊടുക്കുന്നത്, പക്ഷേ ഗീയുടെ ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് 50 ഗ്രാം ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. സ്കിപ്പ് ചെയ്ത് മൈദ പാല് അങ്ങനെ ചേർത്ത് ലാസ്റ്റ് ഫൈനലായിട്ട് മൈദ മിൽക്ക് സ്കിപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് മൈദ വരുന്ന രീതിയിൽ മിക്സിങ് ചെയ്ത് തീർക്കണം. ഞാനിപ്പോൾ 1/2 കപ്പോളം മിൽക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഫൈനലി മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഫ്രൂട്ട്സിനുള്ള കസ്റ്റേർഡ് തയ്യാറാക്കാം. കുറച്ച് പാൽ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൊടി ചേർക്കുക. 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ചേർത്ത്. Hi. Rishi making custard. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പാഷൻ ഫ്രൂട്ട് കേർഡ് വിത്ത് കസ്റ്റേർഡ് ഫ്രൂട്ട് മിക്സ്ഡ് ഫ്രൂട്ട് കസ്റ്റേർഡ് ഇതൊക്കെ ചേർത്ത് കസ്റ്റേർഡിൽ മിക്സ് ചെയ്ത് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, കിവി, മാംഗോ, ഗ്രേപ്സ്, പൈനാപ്പിൾ, ആപ്പിൾ. ഇനി ഇതിപ്പം കസ്റ്റേർഡ് റെഡി. ഈ കസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നോർമലാണ്. ഇത് ജസ്റ്റ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിൽ കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡ് അത് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ശേഷം വിപ്പിംഗ് ക്രീമും വിപ്പിംഗ് ക്രീം ഉണ്ട്. ഫിനിഷിങ്ങിൽ ഒരു സീസൺ ബാഗ് ഞാൻ അധികം ഫ്രൂട്ട്സ് കേക്ക് കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ട് സീസൺ ബാഗ് എന്ന് പറയുന്നൊരു ടീമിലാണ്. അപ്പോൾ അതുപോലെ ചെയ്യാൻ ഓക്കെ. സ്ക്വയർ ഷേപ്പാണോ? ചെറിയൊരു ക്യാരി ബാഗ്. കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം. കേക്കിന് വേണ്ടിയുള്ള ഫില്ലിങ്സിന് വേണ്ടി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡ് തയ്യാറാക്കാം. അതിന് 2 മുട്ടയുടെ മഞ്ഞ, ആദ്യം മുട്ടയുടെ മഞ്ഞയിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് തയ്യാറായി നോക്കാം. കേക്ക് റെഡിയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. നമുക്ക് കേക്ക് 2 ലെയറായിട്ട് 4 പോർഷനിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ടിൻ്റെ കസ്റ്റേർഡ് മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഫ്രൂട്ട്സ്
ആപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി, കിവി, പൈനാപ്പിൾ, അനാറ്, മാംഗോ, ഗ്രേപ്സ്, എല്ലാത്തരം ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മിൽക്ക് മേഡ്. ഇതിൽ ബദാം, കഷ്യൂ, പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡ് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. കറക്റ്റ് 2 ലെയറിൽ കട്ട് ചെയ്ത് സെൻറ്ററിൽ നിന്ന് വീണ്ടും കറക്റ്റ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കാം. ഇത് മിൽക്കാണ് ഇതിൻ്റെ സിറപ്പായിട്ട് കൊടുക്കുന്നത്. മിൽക്കും മിൽക്ക് മൈഡും ചേർത്തിട്ടുള്ള മിക്സാണ്. കുറച്ച് മിൽക്ക് മൈഡ് ഫ്ലേവറിന് വേണ്ടി കൊടുക്കാം. കുറച്ച് പാഷൻ ഫ്രൂട്ട് ഫ്ലേവറിൽ കൊടുക്കാം. കുറച്ച് പാഷൻ ഫ്രൂട്ട് നമുക്ക് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് ആയിട്ട് ഫ്രൂട്ട്സും കുറച്ചൊരു ബൾക്കായിട്ടുള്ള ഫില്ലിങ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അടുത്ത ലെയർ ഇതുപോലെ വെക്കുക. കുറച്ച് ലാസ്റ്റ് ലെയർ എത്തി. ഇനി നമുക്ക് അതുപോലെ ഫില്ലിങ് പൂർത്തിയാക്കിയ ശേഷം വാവ്, ഇത് അടുത്ത ആള്. എൻ്റെ അമ്മേ, വാവ് ആയിട്ടില്ല. വാവ് ആവാൻ പോണേ ഉള്ളൂ. കണ്ട വെറുതെ കേട്ടോ, വാവ് ആയിട്ടില്ല അത്. അപ്പോൾ എത്ര വലിയൊരു വാവ് വരാൻ പോണെന്ന് നോക്കിക്കോളൂ. അതിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. എന്തിനാണ്? ബോർഡ് എടുക്കാൻ മറന്നു റൂമിൽ നിന്ന്. ഓക്കെ, അതിന് പകരം അപ്പം അതിന് സാരമില്ല, ഉടനെ തന്നെ ന്യൂ ഐഡിയ പെട്ടെന്ന് വന്നു. ട്രൈ എടുത്ത് തിരിച്ചു വെച്ചു. ഇതാണ് വേണ്ടത് അല്ലേ, ഒരു എമർജൻസിയിൽ എങ്ങനെയാണ് എങ്ങനെ ടാക്കിൾ ചെയ്തു, എങ്ങനെ ഹാൻഡിൽ ചെയ്തു. ഇതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനൽ ഡെക്കറേഷൻ നോക്കാം. ഓക്കെ. ഓക്കെ. ഫൈനലി പാഷൻ ഫ്രൂട്ട് കസ്റ്റേർഡ് ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജഡ്ജസിന് വേണ്ടി ടേസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാം.